ഷൊർണൂർ നഗരസഭാ പരിധിയിലെ സ്വകാര്യ ഓഡിറ്റോറിയത്തിൽ വിവാഹ റിസപ്ഷനിൽ പങ്കെടുത്ത 150-ലേറെ പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് കാറ്ററിംഗ് എന്ന സ്ഥാപനമാണ് ഭക്ഷ്യവിഭവങ്ങൾ വിതരണം ചെയ്തതെന്ന് കണ്ടെത്തിയതായും സ്ഥാപന ഉടമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ സുമംഗലി ഓഡിറ്റോറിയത്തിൽ കല്യാണ റിസപ്ഷനിൽ പങ്കെടുത്ത 150-ലേറെ പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഒരു വിവാഹ സൽക്കാരത്തോടനുബന്ധിച്ച് നടത്തിയ റിസപ്ഷനിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച ആളുകൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്ന് അറിയാൻ കഴിഞ്ഞതായി അധികൃതർ അറിയിച്ചു. ഭക്ഷ്യവിഷബാധയേറ്റ രോഗികളിൽ കോഴിക്കോട് നിന്നുള്ളവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പാലക്കാട്, ഷൊർണൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള രോഗികൾ മറ്റു വിവിധ ആശുപത്രികളിലും ചികിത്സയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയതിൽ സുമംഗലി കല്യാണ മണ്ഡപത്തിൽ സ്മാർട്ട് കാറ്ററിംഗ് എന്ന സ്ഥാപനമാണ് പുറത്തുനിന്ന് പാചകം ചെയ്ത് ഭക്ഷ്യവിഭവങ്ങൾ വിതരണം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതായി അധികൃതർ പറഞ്ഞു. സ്മാർട്ട് കാറ്ററിംഗ് എന്ന സ്ഥാപനം ഓങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ഈ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തനമെന്ന് കണ്ടെത്തിയതായും ഭക്ഷ്യയോഗ്യമല്ലാത്ത ഐസ് ബ്ലോക്കുകൾ ചാക്കിൽ കെട്ടി സൂക്ഷിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഇവിടെ ഉപയോഗിച്ച കുടിവെള്ളമോ ഐസോ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായിട്ടുണ്ടാകാമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ സുമംഗലി കല്യാണ മണ്ഡപത്തിൽ 16-ാം തീയതി നടന്ന ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത 150-ൽ പരം ആളുകൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പരിശോധന നടത്തുകയുണ്ടായി. പരിശോധനയിൽ സുമംഗലി കല്യാണ മണ്ഡപത്തിൽ നടത്ത പരിപാടിയിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഉള്ള ഒരു സ്മാർട്ട് കാറ്ററിംഗ് എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് അവിടെ ഭക്ഷണം വിതരണം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ സ്മാർട്ട് കാറ്ററിംഗിൽ പരിശോധന നടത്തിയ സമയത്ത് അവിടെ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അവിടെ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്നത് അന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഐസ് ഫ്രീസറിൽ സൂക്ഷിച്ചതായി കണ്ടു. ഒരു പക്ഷേ ഈ ഐസും അല്ലെങ്കിൽ കുടിവെള്ളത്തിലൂടെ വന്ന ബാക്ടീരിയ ആകാൻ ഈ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം ആളുകൾക്കെതിരെ നടപടിക്ക് വേണ്ടിയിട്ട് ഷോക്കേഴ്സ് നോട്ടീസും കൊടുത്തിട്ടുണ്ട്. ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തതിന് ഷൊർണൂർ നഗരസഭ സ്ഥാപന ഉടമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബന്ധപ്പെട്ട സ്ഥാപനം പരിശോധിച്ച് ആരോഗ്യ ശുചിത്വ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നഗരസഭാ സെക്രട്ടറി കത്ത് നൽകി. പരിശോധനയ്ക്ക് നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ KT വിനോദ് കുമാർ, ക്ലീൻ സിറ്റി മാനേജർ TK പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ.